إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഗഫാറായ വദൂദായ സമീആയ ബസീറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബ സമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കണേ റഹ്മാനായ അല്ലാഹ്. ആമീൻ. ജീവിത ശുദ്ധീകരണത്തിന്റെ പുതുമഴയായി ഉള്ളും പുറവും സ്ഫടിക സുന്ദരമായ അസുലഭ നിമിഷത്തിന് ആ ദിനങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഓരോ വിശ്വാസിയും പ്രവേശിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ദുൽഖഅദ അവസാനിക്കാൻ, ഇനി ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവർക്കും ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും ആ ദുൽഹിജ്ജ് മാസത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹാത്മ്യവും ഒക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ ശ്രേഷ്ഠകരമാണ്. നാം ഏറെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ ഈ ദിനങ്ങളെ കാണേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്വലു അയ്യാമി ദുനിയ, ഐഹിക ലോകത്തുള്ള ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങള് എന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്താണ് പറയുന്നത്, വൽ ഫജ്ർ, ആ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ. അല്ലാഹ് പറയാ, ആ രണ്ടാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയാ, ഈ 10 ദിനങ്ങൾ, അത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ അങ്ങ് പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെയും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ കർശനമായി തന്നെ പറയാൻ, എന്ത്, ആ ദിവസങ്ങൾ ദുൽഹിജ്ജ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും അവന്റെ ഊർജം, അവന്റെ സമയം, അവന്റെ ചലനം ഈ ദിനങ്ങളിലൂടെ ആയിരിക്കണം അവന്റെ സഞ്ചാരപാത. പലരും ഈ 10 ദിവസത്തിലെ പ്രാധാന്യം അറിയാതെ പോകുന്ന പലരുമുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ ശ്രദ്ധയില്ലാതെ പലരും വിട്ടുകളയുകയും അശ്രദ്ധരാകുകയും ചെയ്യുന്നതാണ് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ അള്ളാഹു നമുക്ക് വല്ലാത്ത കാരുണ്യവാനാണ്. അള്ളാഹ്
വല്ലാത്ത കരുണമയനാണ് അള്ളാഹ്. കാരണം ഒരു വിശ്വാസിയെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ഇനി ഇതേ ദുൽഹിജ്ജ 10ലേക്ക് എടുക്കാൻ എങ്ങനെയെങ്കിലും നമ്മൾ കൂടുതൽ സജീവമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ ആ രൂപത്തിൽ അള്ളാഹ് വാർത്തെടുക്കാൻ. അതുകൊണ്ടല്ലേ ഈ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഏറ്റവും ആയുസ് കുറഞ്ഞ സമുദായമാണ് നമ്മുടെ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ആ ജനതയൊക്കെ 100ഉം 200ഉം 500ഉം 950 വർഷമൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടക്കാണ്. ഇനി 70 കഴിഞ്ഞാലോ അത് ബോണസാണ്. അതിനടുക്ക് അള്ളാഹ് ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുപോകും. ഈ കുറഞ്ഞ ആയുസ് ലോകത്ത് ജീവിക്കും നമുക്കും മുൻഗാമികൾ ജീവിച്ച ആ 500ഉം 600ഉം 950 വർഷം അവർ അനുഷ്ഠിച്ച ആ സൽക്കർമ്മങ്ങൾക്ക് അതുപോലെ തന്നെ ലഭ്യമാകുന്ന അത്രയും പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു നീതിമാനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് കാണിച്ച വല്ലാത്ത കരുണയാണ്. ചില സ്ഥലങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില പകലുകൾക്ക്, ചില രാത്രികൾക്കൊക്കെയും ശ്രേഷ്ഠതകൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ശ്രേഷ്ഠമായ സമയത്ത് മണിക്കൂറിൽ നാം ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾക്ക് അതിന് ഒരുപാട് കാലം ചെയ്യുന്ന കൂലിയുണ്ട്. ഉദാഹരണം ലൈലത്തുൽ ഖദ്ർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലൈലത്തുൽ ഖദ്റിന് രാത്രി നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏതാണ്ട് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഏതാണ്ട് 83 കൊല്ലവും ഏതാനും മാസവും. അപ്പൊ ജീവിതത്തില് 10 ലൈലത്തുൽ ഖദ്ർ നമുക്ക് സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് നാം സ്വീകരിച്ചാൽ ഒരാൾക്ക് 900 കൊല്ലം ആരാധന മുഴുകിയതിന്റെ പ്രതിഫലം കിട്ടും. മനസ്സിലാക്കണം. അത് നമുക്ക് തന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് കൊടുത്ത വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ആദിഹിൽ അയ്യാം. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറൊരു പ്രവർത്തനവുമില്ലെന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജ 10. അതുകൊണ്ട് ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നാം കൂടുതൽ ഉന്മേഷരാവുക. ജിഹാദിനേക്കാൾ കൂലിയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിഹാദിനേക്കാൾ കൂലിയുണ്ടോ അള്ളാഹുവിന്റെ റസൂലേ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉണ്ട്. ആ ജിഹാദിന് പോലും ഇത്ര പുണ്യം ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇസ്ലാമിന്റെ കിരീടമാണ് ജിഹാദ്. ഇസ്ലാമിന്റെ കിരീടമാണ്. അങ്ങനെയുള്ള ജിഹാദ് ഏത് മാസത്തിലാണെങ്കിലും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ ഇബാദത്തിലേക്ക് പെടുകയില്ലെന്നാണ്. പക്ഷേ ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരാൾ തന്റെ ശരീരവും സമ്പത്തും കൊണ്ടും അയാൾ യുദ്ധക്കളത്തിൽ ഇറങ്ങി, ഫലം യർജഅ മിൻ ദാലിക ബിശൈഇൻ, അതിൽ നിന്ന് ഒന്നുപോലും തിരിച്ചു കൊണ്ടുവന്നില്ല. അദ്ദേഹം ഷഹീദായി മരിച്ചുപോയി. അങ്ങനെയുള്ള ശരീരവും സമ്പത്തും നഷ്ടപ്പെട്ടു ഷഹീദായി. ആ ഷഹീദായാൽ അവർക്ക് പ്രതിഫലമുണ്ട്. ദുൽഹിജ്ജ മാസത്തേക്കാൾ കൂടുതൽ പ്രതിഫലം ആ ഷഹീദിനുണ്ട്. പക്ഷേ ഷഹീദായിട്ടില്ലാത്ത ഒരാൾ ഒരു സദ്ധർമ്മ സമരം ജിഹാദ് ചെയ്തു എങ്കിൽ അതിനേക്കാൾ കൂലിയുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സലഫു സാലിഹ്കൾ ഈ 10 ദിവസം ഏറെ അധ്വാനിക്കും. ഒരു ചർച്ചയുണ്ട് പണ്ഡിത ലോകത്ത്, റമദാനിലെ അവസാനത്തെ 10 രാത്രിക്കാണോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ പകൽ 10നാണോ കൂടുതൽ ശ്രേഷ്ഠത? കാരണം ഈ രണ്ടിന്റെയും ശ്രേഷ്ഠത പറയുന്ന നബിവചനങ്ങൾ ഒരുപാട് ഉണ്ട്. അതുകൊണ്ടാണ് ചർച്ച വന്നത്. പണ്ഡിതന്മാർ ഒക്കെയും ചർച്ച അവസാനിപ്പിക്കുന്നത് രാത്രിയുടെ കാര്യത്തിൽ. അവസാനത്തെ 10നാണ് ധന്യത, ശ്രേഷ്ഠത. കാരണം അന്നാണ് ലൈലത്തുൽ ഖദർ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതാണ്. എങ്കിലോ പകലിന്റെ കാര്യത്തിലാണെങ്കിലോ ദുൽഹിജ്ജ മാസത്തിലെ
ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. എന്താണ് കാരണമെന്ന് പണ്ഡിതൻ വിവരിക്കാൻ. ദീൻ പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാ? ആ അറഫാ ദിനത്തിലാണ്. ദുൽഹിജ്ജ 10-ലാണ് ലൈലത്തുൽ ഖദർ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ദുൽഹിജ്ജ 10-ലാണ് അറഫാ ദിനത്തിലെ ആ പ്രധാനപ്പെട്ട ദിവസമായ അന്ന് പരിശുദ്ധ ഖുർആൻ മതം പൂർത്തീകരിക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മാത്രവുമല്ല, അതാണ് വിശേഷത. മാത്രവുമല്ല, മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, വല്ലദീന യൽഹറു അന്ന സബബി ഫി ഇംതിയാസ് അശ്ർ ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഅ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി. പറയാണ് ആരെ? ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ അവർ നിർവഹിക്കുന്ന സർവ ഇബാദത്തുകളുടെയും സമ്മേളനം ഈ ദിവസങ്ങളിലാണ്. എന്തുകൊണ്ടാണ് അവൾ ദുൽഹിജ്ജ 10-ന് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണമാണ് പറയുന്നത്. എന്താണ്? അസ്സലാഹ് വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുണ്ട്, ഒരു ഇബാദത്ത് ബലിയുണ്ട്. ഇതൊക്കെയും ഈ ദുൽഹിജ്ജ മാസത്തിൽ സമ്മേളിക്കാൻ ഈ ഇബാദത്തുകളെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ ഇബാദ, ഈ ഇബാദത്തുകൾ ഉമ്മമാർ എന്നറിയപ്പെടുന്ന ആരാധനകളുടെ കൂട്ടത്തിലെ ആ മാതാക്കൾ എന്നറിയപ്പെടുന്ന വമ്പിച്ച വലിയ ഇബാദത്തുകള് എല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന മാസത്തിലെ ആദ്യത്തെ 10-ആണ് ദുൽഹിജ്ജ മാസത്തിലെ 10. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. ഈ ദുൽഹിജ്ജ മാസത്തിലെ പിറവി ദർശിച്ച അന്ന് മുതൽ നാം ഈ മാസത്തെ ബഹുമാനം പ്രകടിപ്പിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ ബാധ്യതയുള്ള പുരുഷന്മാർ എല്ലാവരും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണം. നമുക്ക് നിർബന്ധമാണ് അല്ലാത്ത മാസങ്ങളിലും. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥതയോടെ പരിശുദ്ധ മിമ്പറിന്റെ സംവാദമാണ് നിങ്ങളോട് പറയാൻ. ഇന്ന് എത്ര പേർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടി നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ കൈവച്ച് പറ, നിങ്ങൾ നെഞ്ചകത്തോട് സംവദിക്കേ, ഇന്ന് സുബഹി ജമാഅത്ത് നമസ്കരിച്ച എത്ര പേര് കൂട്ടത്തിലുണ്ട്? എത്ര പേര് കൂട്ടത്തിലുണ്ട്? ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, സഹോദരന്മാരോട്, പ്രായപൂർത്തിയായ മക്കളോട്, ആൺമക്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു വിടണം പള്ളികളിലേക്ക്. നരകത്തിൽ വിറകാക്കരുത് നമ്മുടെ ഇണകളെ, നമ്മുടെ ആൺമക്കളെ. അള്ളാഹ് പറഞ്ഞില്ലേ എന്ത്? 5 ആ സുബഹി നമസ്കാരം ജമാഅത്തായി ഒരാൾ നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും. അള്ളാഹ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇപ്പോഴും വിശ്വാസമല്ല. സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും. ആ നമസ്കാരത്തിന് ശേഷം അനങ്ങാതെ അവിടെ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു വിശ്വാസി 10 പ്രാവശ്യം പറഞ്ഞ എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേര് ഇത് ഒന്ന്. അതുപോലെ തന്നെ ഈ ഫർദ് നമസ്കാരത്തിന്റെ കാര്യം പല അപാകതകളും ഉണ്ടാകും, പോരായ്മകളുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത്, നിങ്ങൾ റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കരുത്. 12 റവാത്തിബ് സുന്നത്തുണ്ട്. ഓരോ ഫർദ് നമസ്കാരത്തിന് മുമ്പും പിമ്പും. ദുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത റവാത്തിബ് സുന്നത്ത്. ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാത്തവർ ഇന്ന് മുതൽ തുടങ്ങുക. അതുപോലെ തന്നെ ആലോചിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ നമ്മള് ഒരു ജമാഅത്തും ഒഴിവാക്കരുത്. ഒരു ദൃഢനിശ്ചയമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇവിടെ നിന്ന് ഖുതുബ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അടിയുറച്ചുണ്ടാവണം. അള്ളാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരട്ടെ. അതുപോലെ തന്നെ ഇസ്ലാമിൽ പകൽ മാത്രം നിർവഹിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമലുള്ളൂ. ശരിക്കും മനസ്സിലായി, ദുൽഹിജ്ജ മാസത്തിന്റെ പകലുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. റമദാനിലോ രാത്രിക്കാണ് കൂടുതൽ ശ്രേഷ്ഠത.
ഈ ദുൽഹിജ്ജ് മാസത്തിലെ 10 ഈ പകലിൽ മാത്രം നിർവഹിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമല് മാത്രം അമല് അതാ നോമ്പാണ്. ഈ ദിനങ്ങളിൽ ഏത് അമലും വർദ്ധിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പകലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. നോമ്പിന്റെ പ്രത്യേകത മൻസാമ യൗമൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ 70 വർഷം നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നോമ്പ് പിടിച്ച ഫർദ് കാര്യമല്ല കേട്ടോ, ഐച്ഛികമായ സുന്നത്ത് നോമ്പിന്റെ കാര്യം. ഒരു സുന്നത്ത് നോമ്പ് കൊണ്ട് 70 വർഷത്തേക്ക് നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അകറ്റുമെന്ന്. അങ്ങനെ ഒന്ന് ആലോചിച്ച്, അങ്ങനെ നോറ്റ ഒരു വ്യക്തി, ഒരു നോമ്പ് നോറ്റ വ്യക്തി 70 വർഷം നരകത്തിന് ദൂരേക്ക് പോകെ. ഇനി അദ്ദേഹം ആ നരകത്തിലേക്ക് തിരിച്ചു വരാണെങ്കിലോ എത്ര വർഷം കഴിയണം? 70 വർഷം കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബക്കളുമായി ഒരുമിച്ചിരിക്കുക. അപ്പോ ഒരു വലിയൊരു ഘോരമായ ശബ്ദം കേട്ടു. സഹാബത്ത് ഞെട്ടിപ്പിറച്ചു. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, ആ ശബ്ദം എന്താണെന്ന് സഹാബാക്കളെ മനസ്സിലായോ? സഹാബാക്കൾ നിഷ്കളങ്കരാണ്. അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70 വർഷം മുമ്പ് ഒരു കല്ലിനെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് അടിത്തട്ടിൽ വീണ ശബ്ദമാണ് കേട്ടത്. നവലിബറലിസം തലക്ക് വിളിച്ച യുക്തിയില്ലാത്ത ഭ്രാന്തന്മാർ ഇതിനൊക്കെ കളിയാക്കും, പരിഹാസ്യമാക്കും. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ അഗാധം, ഇതിന്റെ ആഴം. ഒരു വയസ്സുള്ള കുട്ടിയെ, ഇതിന്റെ ആ ആഴം മനസ്സിലാക്കാൻ പറയാം. ഒരു വയസ്സുള്ള കുട്ടിയെ ആ നരകത്തിലേക്ക് എറിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ അടിത്തട്ടിലെത്തുക? 70 വർഷം കഴിഞ്ഞാൽ. അതിന്റെ ആഴം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പകല് നോമ്പ് നമ്മൾ പിടിക്കണം. ചുരുങ്ങിയത് തിങ്കളും വ്യാഴമെങ്കിലും പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമുൽ ഇസ്നൈൻ യൗമുൽ ഖമീസ്. വല്ലാത്ത വാക്കാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു തുറന്നു വെച്ചിരിക്കാൻ. പരിശുദ്ധ റമളാനിലോ എല്ലാ ദിവസവും തുറന്നു വെച്ചേക്കാൻ. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടം നമ്മോട്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ വിടണം നമ്മളെ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അപ്പൊ നോമ്പുകാരനായിരിക്കെ എന്റെ റെക്കോർഡ് വെച്ചാല് അന്ന് തിങ്കളും വ്യാഴമാണ് നമ്മുടെ റെക്കോർഡ് അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നോമ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ റെക്കോർഡ് തുറക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന പടച്ചവനെ, ഇത് ആ മലക്കുകൾ പറയും, ഇത് അലിയാരിന്റെ റെക്കോർഡാണ്, ഇത് ഉസ്മാന്റെ റെക്കോർഡാണ്, ഇത് നിസാറിന്റെ റെക്കോർഡാണ്. ആര് പറയും? അള്ളാഹുവിന്റെ മലക്കുകൾ. ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, വേണ്ടേ? പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇങ്ങനെ തിങ്കളും വ്യാഴം നോമ്പ് നോറ്റ ആളുകൾ ഒന്നവർക്ക് എന്ത് വേണം? തൗഹീദ് വേണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും. രണ്ടോ, അവരുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ ശത്രുതയോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹ് മാറ്റിയിടൂല. അവരെ അമല് പോലും അള്ളാഹ് സ്വീകരിക്കൂല. അമല് പോലും അള്ളാഹ് സ്വീകരിക്കൂല. ഒരു ഇബാദത്തും അള്ളാഹ്ക്ക് വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ പകലിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒന്നാണ് നോമ്പ്. ആ നോമ്പ് തിങ്കളും വ്യാഴമെങ്കിലും നാം പിടിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസങ്ങൾ തിങ്കളും വ്യാഴം ഉണ്ടാവുമല്ലോ. നാം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും. പിന്നെയോ ദാനധർമ്മങ്ങൾ നമ്മൾ അമിതമായി ചെയ്യുക. പാവപ്പെട്ടവർ ചേർത്ത് വെക്കുക. അവിടെ ജാതി മതം നോക്കാൻ പാടില്ല. ഇസ്ലാം അതാണ് കളിപ്പിക്കുന്നത്. ആരാണോ മിസ്കീൻ, ആരാണോ ഫക്കീർ, ആരാണോ പാവപ്പെട്ടവൻ ചേർത്ത് വെക്ക്. അതുപോലെ തന്നെ പകൽ ചെയ്യാവുന്ന വേറൊരു ഇബാദത്താണ് ദുഹാ നമസ്കാരം. നമുക്ക് ചെയ്യാം. നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹിന്റെ മുമ്പിൽ സപ്താംഗം ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ. അല്ലാഹുവേ, എന്റെ ജോലി എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലാഹുവേ, ഇന്ന് എന്റെ കലാലയത്തിൽ പോയി ഞാൻ എന്റെ പാഠ്യഭാഗങ്ങൾ തുറക്കുമ്പോ എന്റെ അധ്യാപകർ എനിക്ക് വേണ്ടി ആ അറിവ് പകർന്നു നൽകുമ്പോ എന്റെ ഹൃദയത്തിലേക്ക് അള്ളിപ്പിടിക്കുന്ന രൂപത്തിൽ അല്ലാഹുവേ എളുപ്പമാക്കി തരണേ അല്ലാഹ്. മക്കൾ
എന്ത് ആവശ്യത്തിനും ആ രാവിലെ ഒന്ന് ഇറങ്ങുമ്പോ ആ ദുഹാ നമസ്കരിച്ച് ജോലിക്കൊന്ന് പോയി നോക്കി, ആ ഓട്ടം ഒന്ന് ഓടിച്ചു നോക്കി, അള്ള തരും ബർക്കത്ത്, അള്ള തരും ബർക്കത്ത്. പിന്നെയോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മളൊക്കെ മഗ്‌രിബിന് ശേഷം പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കാം കൂടുതൽ. ദുൽഹിജ്ജ മാസത്തിലോ പകലിലും സുബ്ഹി നമസ്കാരാനന്തരം ഒരു പേജെങ്കിലും ഖുർആൻ നമ്മൾ ഓതണം. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തക്ബീറും അധികരിപ്പിക്കണം. എപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 10 ദിവസം അങ്ങാടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെയും അവരുടെ വീടകങ്ങളിലൊക്കെയും അവർ പാചകം ചെയ്യുമ്പോഴൊക്കെയും ഈ 10 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ജീവനുള്ളതാക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇങ്ങനെയൊക്കെ ചെല്ലാം. എന്താ ഒരു തസ്ബീഹിന്റെ പ്രത്യേകത? തസ്ബീഹിന്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക പിരിമുറുക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒരു മോചനമായി, പരിഹാരമായി അള്ളാഹു പറഞ്ഞ തസ്ബീഹാണ്. മനസ്സിലാക്കി? ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടായത് ആർക്കാണ്? പീഡനമുണ്ടായത് ആർക്കാണ്? നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച്, നമ്മളൊന്നും നബി കേട്ടതിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതിന്റെ 100% പോലും നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. എത്ര സുഖകരമായി ഞാനും നിങ്ങളും ജീവിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ ഉമ്മയെ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാര ആരോപണം നടത്തിയില്ലേ? അള്ളാഹുവിന്റെ റസൂല് ആ നാട്ടിൽ ഏറ്റവും നല്ലവനാണ്. ഇപ്പൊ നമ്മളെയൊക്കെയും നമ്മുടെ കുടുംബത്തിലെ മക്കളെ പറ്റി, ഭാര്യയെ പറ്റി പറയുമ്പോ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റോ? നടക്കാൻ പറ്റോ? ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും വ്യാപിക്കില്ലേ? ശത്രുക്കൾ കൊണ്ടാടി ആഘോഷിച്ചു. ശത്രുക്കളെ ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തിന് കിട്ടാൻ വേണ്ടി എല്ലാവരും റസൂൽ അവഹേളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അള്ളാന്റെ ആശ്വാസ വാക്കുകളുണ്ട്. സൂറത്തുൽ ഹിജ്ർ മറക്കരുത് കേട്ടോ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗത്തിലൂടെ നമ്മുടെ നഗ്നമായ ദൃഷ്ടി ഒന്ന് താഴ്ത്തണം. അല്ലാഹ് പറയാ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അല്ലാഹുവിന്റെ വർത്തമാനം, അവർ പറയുന്നത് കേട്ട് അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നു എന്ന് എനിക്ക് അറിയാം. അല്ലാഹ് പറയാ ആരോട്? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്ത് വേണം? ആ മാനസിക സംഘർഷം മാറാൻ, ആ പിരിമുറുക്കമാർ എന്ത് വേണം? ഫസബ്ബിഹ്, നീ തസ്ബീഹ് ചൊല്ലിക്കോ. ആലോചിക്കേ, നീ തസ്ബീഹ് ചൊല്ലിക്കോ. തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തസ്ബീഹ് ഒക്കെയും ഏത് മനസ്സിന്റെ വേദനയും ഇല്ലാതെയാക്കും. അല്ലാഹുവിന്റെ റസൂൽ കരീമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന് ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞ അർത്ഥം? ഇപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. ആ മത്സ്യത്തിന്റെ ആ തസ്ബീഹ് ചെല്ലിയില്ല എങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് അല്ലാഹ്. അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസം രക്ഷപ്പെടുത്തി എന്നാണ് അല്ലാഹ് പറഞ്ഞത്. കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നല്ല, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നല്ല, അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം രക്ഷപ്പെടുത്തി എന്നാണ് വിവരണം. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാം അറിയാം. ഇതൊക്കെ ഇവിടുന്ന് മറന്നു പോകരുതിട്ടു ആരും. ഈ ഖുത്ബ കൊണ്ട് നമുക്കൊരു മാറ്റം വരണം. നമുക്ക് മാത്രമല്ല കേട്ടോ, ഹാജറുള്ളവർ ഹാജരില്ലാത്തവർ എത്തിച്ചു കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന, ഹജ്ജിലും ഉംറക്കും ഒക്കെ കാണാതെ പഠിച്ച് പറയാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാവർക്കും അറിയാം പ്രാർത്ഥന. നമ്മളൊക്കെ പലപ്പോഴും ഉരുവിടുന്ന പ്രാർത്ഥന. നമ്മളിത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ഒരു മനുഷ്യൻ ഒരു ദിവസം ഇത് മാത്രം പ്രാർത്ഥിച്ചോളൂ, വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല.
എങ്കിലും അയാൾക്ക് ഇത് മതി എന്നാണ്. ഇതിന് എല്ലാം പെട്ടു. ദുനിയാവിലെ ആസനത്തും പെട്ടു, ആഖിറത്തിലെ ആസനത്തും പെട്ടു. അള്ളാഹു എന്ന നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ, എല്ലാം പെട്ടു. ഒരു മനുഷ്യൻ ഇത് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് അത് മതിയാകും. ഈ പ്രാർത്ഥന ശക്തി എന്താണെന്നറിയോ? എന്താണ് ശക്തി? മിഴികളൊക്കെ തുറന്നിരിക്കേ, ഹൃദയം വിശാലമാക്ക. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ രോഗിയായി കിടപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ കാണാൻ പോകുന്നു. ആ കൂട്ടത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമുണ്ട്. അങ്ങനെ ചെന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ രോഗിയായ മനുഷ്യൻ രോഗം പിടിപെട്ട് കൈകാലുകളൊക്കെ ഉണങ്ങി പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ പോലെ ശോഷിച്ചിരിക്കുകയാണ്, നേർത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കുന്ത ദഅവത്തല്ലാഹി ബിശൈഇ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? കൂടുതലായിട്ട് ചോദിക്കാൻ. അപ്പോ അദ്ദേഹത്തിന് ദയനീയമായ അവസ്ഥകളുടെ ചോദിക്കാൻ. അപ്പോ ഞാൻ പറഞ്ഞു, അരോഗിയായ മനുഷ്യൻ പറയാൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടുതലായി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, പരലോകത്ത് എന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് ശിക്ഷിച്ചോ അല്ലാ. പരലോകത്തേക്ക് എന്നെ ശിക്ഷിക്കില്ല അല്ലാ, ഇവിടെ വെച്ച് എന്നെ ശിക്ഷിച്ചോ. ഇത് കേട്ട മാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കോപം കൊണ്ട് ചുവന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു ആശ്ചര്യത്തോടെ സുബ്ഹാനല്ലാഹ്, ഇന്നക ലാ തസ്തീഉ ഔ ലാ തുതീഉ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിനക്കത് താങ്ങാൻ കഴിയില്ല. നീ പ്രാർത്ഥിച്ച് ചോദിച്ച് അല്ലാഹു നിനക്ക് വല്ല ശിക്ഷയും നൽകിയാൽ ഒരിക്കലും നിനക്ക് താങ്ങാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ബോധ്യപ്പെടുത്തി ഗൗരവത്തോടുകൂടി, നീ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയി. പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യന് ഞാൻ പിന്നീട് കാണുമ്പോൾ രോഗം ഒക്കെ മാറി നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ പോലെ ഞാൻ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന പോസിറ്റീവായി, ഒരിക്കലും നമ്മളെ എതിരായി പ്രാർത്ഥിക്കാൻ പാടില്ല. അത്രയും മഹത്വമുണ്ട് ഈ പ്രാർത്ഥനക്ക്. ഇതൊക്കെയും നമ്മൾ എപ്പോഴാണ് അധികരിപ്പിക്കുക? പരമാവധി ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ. ഇസ്ലാമിക കലണ്ടറിന്റെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. ആ മാസത്തിൽ നാം കൂടുതൽ 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 അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുബാറകൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു സുബ്ഹാനഹു തആല വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോ നമ്മള് എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നാണ് മരണങ്ങൾ, ഇത് വർദ്ധിച്ചു വരിക. കുഴഞ്ഞു വീണ് മരിക്കുക. ഇപ്പോ എന്നോട് വർത്തമാനം പറ എന്റെ കൂട്ടുകാരൻ 3 മിനിറ്റായിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഴഞ്ഞു വീണു, ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന്. എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെച്ചത്. ഈ മങ്കടയിലെ 4 മക്കള് ഇടിമിന്നലേറ്റ് മരിച്ചില്ല. എത്ര പെട്ടെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഇക്തിറാബിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അയ്യൽഹറ മൗതുൽ ഫുജാഹ്, പെട്ടെന്നുള്ള മരണം. പെട്ടെന്നുള്ള മരണം. എത്ര ആരോഗ്യവാനാണ്, എത്ര ആളുകൾ നല്ല ആരോഗ്യവാനാണ്. ഈ കഴിഞ്ഞ ദിവസം ജിംനാശത്തിൽ പോയി നല്ല ഹെൽത്തിയായ മനുഷ്യൻ വീട്ടിൽ വന്ന് ഫാൻ്റെ അടിയിൽ വന്നിരുന്നാണ് മരിച്ചുപോയി. ഇത്രയുള്ള അവസ്ഥ. അതുകൊണ്ട് നമ്മളൊക്കെ ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം.
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ എന്നെ കാത്തുകൊള്ളണേ അല്ലാഹ്, അള്ളാഹു എന്നെ കാത്തുകൊള്ളണേ അല്ലാഹ്. മിൻ ബൈനി യദൈഹി, എന്റെ മുന്നിലൂടെ വരുന്ന പെട്ടെന്നുള്ള അപകടത്തിൽ നിന്ന്. പെട്ടെന്നായിരിക്കും നമ്മൾ വാഹനം ഓടിച്ചതാണ് വളരെ നല്ല നിലക്കായി കൊണ്ടുപോകുന്നത്, അവിടെ നിന്നായിരിക്കും വേറെ ചീറിപ്പാരുന്ന വാഹനങ്ങൾ. ഈ അടുത്ത് വിനോദയാത്രക്ക് പോയ അധ്യാപകന്മാർ മരിച്ചില്ലേ, പെട്ടെന്നാണ്. അതുപോലെ വമിൻ ഖൽഫി, എന്റെ പിന്നിലൂടെ വരുന്ന അപകടങ്ങൾ. വമിൻ യമീനി, വലതുവശത്ത് വരുന്ന അപകടങ്ങൾ. വഅൻ ശിമാലി, ഇടതുവശത്ത് വരുന്ന അപകടങ്ങൾ. അങ്ങനെ നാനാഭാഗത്തു നിന്ന് വരുന്ന അപകടങ്ങൾ അല്ലാഹു ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വമിൻ ഫൗക്കി, മുകളിൽ നിന്ന് വരുന്ന അപകടങ്ങൾ. കാറ്റിലൂടെ ആവാം, ചിലപ്പോ നമ്മളൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോഴേ ഒരു മരം വന്ന് വീഴുക, പെട്ടെന്നായിരിക്കും. ഒന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് വന്ന് പുഴയിലൊന്ന് കുളിക്കാൻ പോയി, പിന്നെ ചേതനയേറ്റ ശരീരമാണ് കാണുന്നത്. അതുപോലത്തെ ഇടിമിന്നൽ. അതുപോലെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കുഴി. ഇങ്ങനെ ഓരോന്നും. ഏത് ഭാഗത്ത് എനിക്ക് പെടുന്നനെ ഉണ്ടാകുന്ന അപകടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് മുൻകരുതുകളോടൊപ്പം ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും എല്ലാവിധ കടക്കണിൽ നിന്നും അല്ലാഹുവേ നാം ഏവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ പലരും. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, പാവങ്ങളാണ് അല്ലാഹ്. അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ സാലിഹായ സന്താനമാക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുവെ, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, മയ്യിത്ത് നമസ്കരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അതുപോലെ തന്നെ ഇസ്ലാമിലൊരു ഇബാദത്താണ് ബലി. ഇന്ന സ്വലാത്ത വനുസുക്കി, നിശ്ചയമായി നമ്മളൊക്കെയും വജ്ഹത്ത് ചെല്ലാറുണ്ട്. നിശ്ചയമായും നമസ്കാരം, ബലി അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഷെയർ والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين